നമസ്കാരം സുഹൃത്തുക്കളെ, SP ജോബ് സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSCയുടെ ഏറ്റവും പുതിയ മെഗാ നോട്ടിഫിക്കേഷൻ 2026 മെയ് 30 ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. കാറ്റഗറി നമ്പർ 23/2026 മുതൽ 38/2026 വരെയുള്ള റിക്രൂട്ട്മെൻറ്റുകളാണ് ഇതിലുള്ളത്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 ജൂലൈ 1. ഇതിലെ ആദ്യത്തെ പോസ്റ്റ് ഏതാണെന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 23/2026 ഡയറി എക്സ്റ്റൻഷൻ ഓഫീസർ. സാലറി വരുന്നത് 55,200 മുതൽ 1,15,300 രൂപ വരെയാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്, പ്രതീക്ഷിത ഒഴിവുകളാണുള്ളത്. നിയമന രീതി വരുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 20 മുതൽ 41 വയസ്സ് വരെയാണ്. അതായത് 2/1/1985 1/1/2006 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. SC, ST, OBC കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട യോഗ്യതകൾ നോക്കാം. ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് BSc ഡയറി സയൻസ് അല്ലെങ്കിൽ BTech ഡയറി സയൻസ് ആൻഡ് ടെക്നോളജി ഡിഗ്രി നേടിയിരിക്കണം. കൂടാതെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിൻ്റെ കീഴിലുള്ള നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള തത്തുല്യ യോഗ്യത നേടിയവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നമുക്കിനി അടുത്ത പോസ്റ്റ് ഏതാണെന്ന് നോക്കാം. അടുത്ത പോസ്റ്റ് കാറ്റഗറി നമ്പർ 24/2026 ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ കേരള ലിമിറ്റഡിൽ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് 2. സാലറി പറയുന്നത് 51,400 മുതൽ 1,10,300 രൂപ വരെയാണ്. ഒരു വേക്കൻസി ആണുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത്. ഏജ് ലിമിറ്റ് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവരായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. SC, ST കാറ്റഗറീസിനും OBC കാറ്റഗറീസിനും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള BAM ഓർ BAMS ഓർ DAM ഡിഗ്രി ഉണ്ടായിരിക്കണം. കൂടാതെ സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസികളിൽ നിന്നോ സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികളിലോ ഔഷധ നിർമ്മാണ മേഖലയിലുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിന് എക്സ്പീരിയൻസ് കൂടി പറയുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത പോസ്റ്റ് ഏതാണെന്ന് നോക്കാം. അടുത്ത പോസ്റ്റ് വരുന്നത് കാറ്റഗറി നമ്പർ 25/2026 വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഓഫീസർ. ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. ഇതിൻ്റെ സാലറി പറയുന്നത് 50,200 മുതൽ 1,05,300 രൂപ വരെയാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണുള്ളത്. ഇതിൻ്റെ നിയമന രീതി ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 25 മുതൽ 45 വയസ്സ് വരെയാണ്. അതായത് 2/1/1981 1/1/2001 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ക്വാളിഫിക്കേഷൻസ് പറയുന്നത് ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹോം സയൻസ് ഓർ സോഷ്യൽ വർക്ക് ഓർ സോഷ്യോളജി ഓർ സൈക്കോളജിയിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. കൂടാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരള അംഗീകരിച്ച സോഷ്യൽ വർക്കിലുള്ള PG ഡിപ്ലോമ കൂടി ഉണ്ടായിരിക്കണം. അപ്പം ഇത്രയാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 1 തന്നെയാണ്. ഇനി അടുത്ത പോസ്റ്റ് ഏതാണെന്ന് നോക്കാം. 26/2026
അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കാൻഡിഡേറ്റ്സിന് ഈ പോസ്റ്റിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതല്ല. സാലറി വന്നിരിക്കുന്നത് 45,600 മുതൽ 95,600 രൂപ വരെയാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഇതിൻ്റെ നിയമന രീതി പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 21 മുതൽ 40 വയസ്സ് വരെയാണ്. അതായത് 2/1/1986 1/1/2005 ഇടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് ഇതിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. SC, ST, OBC കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് നോക്കാം. SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം. കൂടാതെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇതോടൊപ്പം മോട്ടോർ സൈക്കിൾ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ, ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ എന്നിവ ഓടിക്കാൻ സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും നിർബന്ധമാണ്. ഈ പോസ്റ്റിന് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ആൺകുട്ടികൾക്ക് ഉയരം കുറഞ്ഞത് 165 സെൻറ്റിമീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. പെൺകുട്ടികൾക്ക് ഉയരം 152 സെൻറ്റിമീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. ആൺകുട്ടികൾക്ക് നെഞ്ചളവ് 81 സെൻറ്റിമീറ്റർ ആണ്. 5 സെൻറ്റിമീറ്റർ വികാസവും ഉണ്ടായിരിക്കണം. നെഞ്ചളവ് ആൺകുട്ടികൾക്ക് മാത്രമാണുള്ളത്. ഇനി കാഴ്ച ശക്തി മാനദണ്ഡങ്ങളും പറയുന്നുണ്ട്. കണ്ണടയില്ലാതെ ഡിസ്റ്റന്റ് വിഷൻ 6/6, നിയർ വിഷൻ 0.5 സ്നെല്ലനാണ് ഉണ്ടാവേണ്ടത്. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 1 ആണ്. ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത പോസ്റ്റ് ഏതാണെന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 29/2026 ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കാത്ത് ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2. സാലറി പറയുന്നത് 31,100 മുതൽ 66,800 രൂപ വരെയാണ്. ഒരു വേക്കൻസി ആണുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് പറയുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. SC, ST, OBC കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻസ് നോക്കാം. +2 സയൻസ് ഓർ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം കാർഡിയോ വാസ്കുലാർ ടെക്നോളജിയിൽ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ കാർഡിയോ വാസ്കുലാർ ടെക്നോളജി ഓർ കാത്ത് ലാബ് ടെക്നോളജി നേടിയിരിക്കണം. കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ, പ്രതിരോധ മേഖല, റെയിൽവേ, ESI ആശുപത്രികൾ അല്ലെങ്കിൽ സർക്കാർ നിയന്ത്രണത്തിനുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇവയിൽ നിന്ന് കാത്ത് ലാബ് ടെക്നീഷ്യനായി 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് കൂടി പറയുന്നുണ്ട്. കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനിൽ നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് കാറ്റഗറി നമ്പർ 30/2026 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഓർ വനിതാ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ. സാലറി വരുന്നത് 31,100 മുതൽ 66,800 രൂപ വരെയാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർ അപേക്ഷിക്കാൻ പാടില്ല. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത്. ഏജ് ലിമിറ്റ് പറയുന്നത് 20 മുതൽ 32 വയസ്സ് വരെയാണ്. 2/1/1994 1/1/2006 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. OBC കാറ്റഗറിക്ക് 35 വയസ്സ് വരെയും SC, STക്ക് 37 വയസ്സ് വരെയും മുൻ സൈനികർക്ക് 45 വയസ്സ് വരെയുമാണ് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻസ് ഏതാണെന്ന് നോക്കാം. +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം. കൂടാതെ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻസും ഇതിൽ പറയുന്നുണ്ട്. മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾസ് എന്നിവ ഓടിക്കുന്നതിനുള്ള വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസും ഡ്രൈവേഴ്സ് ബാഡ്ജും ഉണ്ടായിരിക്കണം. കേരള PSC നടത്തുന്ന പ്രാക്ടിക്കൽ ടെസ്റ്റിൽ ഇത് തെളിയിക്കേണ്ടതുമാണ്.
ഇതിന് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് കൂടി പറയുന്നുണ്ട്. മെയിൽ കാൻഡിഡേറ്റ്സിന് കുറഞ്ഞത് 168 സെൻറ്റിമീറ്ററും ഫീമെയിൽസിന് കുറഞ്ഞത് 157 സെൻറ്റിമീറ്ററും ഉയരം ഉണ്ടായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിന് നെഞ്ചളവ് കുറഞ്ഞത് 81 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും ഉണ്ടായിരിക്കണം. ഇത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ളതാണ്. SC/ST കാറ്റഗറീസിലെ കാൻഡിഡേറ്റ്സിന് കുറഞ്ഞത് 161 സെൻറ്റിമീറ്റർ ഉയരവും 76 സെൻറ്റിമീറ്റർ നെഞ്ചളവും മതിയാകും. ഫീമെയിൽസിന് കുറഞ്ഞത് 151 സെൻറ്റിമീറ്റർ ഉയരം മതിയാകും. ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മെഡിക്കലി ഫിറ്റ് ആയിരിക്കണം. കൂടാതെ നോഗ്നി, ഫ്ലാറ്റ് ഫുട്ട്, വെരിക്കോസ് വെയിൻ, വോലെക്സ്, ഡിഫോംഡ് ലിംസ്, സംസാര പ്രശ്നങ്ങൾ, കേൾവിക്കുറവ് ഇവയൊന്നും ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല. മുൻപ് പറഞ്ഞ പോസ്റ്റിലെ പോലെ സെയിം ഐസൈറ്റ് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത പോസ്റ്റ് ഏതാണെന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 32/2026 കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2. ഇതിൻ്റെ സാലറി വരുന്നത് 27,900 മുതൽ 63,700 രൂപ വരെയാണ്. ഒരു വേക്കൻസിയാണുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചിട്ടുള്ളവരായിരിക്കണം. OBC, SC, ST കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. +2 പാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ആൻഡ് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കേണ്ടതാണ്. ജനുവരി 2022 മുൻപ് ടൈപ്പ് റൈറ്റിംഗ് പാസ്സായിട്ടുള്ളവർ വേർഡ് പ്രോസസ്സിങ്ങിൽ സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റോ തത്തുല്യ യോഗ്യതയോ നേടിയിട്ടുണ്ടാവണം. മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിട്ടുള്ളവരായിരിക്കണം. ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 2026 ജൂലൈ 1 ആണ്. അടുത്ത പോസ്റ്റ് കാറ്റഗറി നമ്പർ 34/2026 അസിസ്റ്റന്റ് സർജൻ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. SC, ST കാറ്റഗറീസിന് മാത്രമാണ് ഇത് വരുന്നത്. സാലറി 63,700 മുതൽ 1,23,700 രൂപ വരെയാണ്. 44 ഒഴിവുകളാണ് ഉള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. 18 മുതൽ 50 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. മോഡേൺ മെഡിസിനിൽ ഡിഗ്രി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടാവണം. കൂടാതെ ട്രാവൻകൂർ, കൊച്ചി കൗൺസിൽ നിന്നുള്ള വാലിഡ് രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. ഈ പോസ്റ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇത്രയുമാണ്. അടുത്ത പോസ്റ്റ് ഏതാണെന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 36/2026 ഹെൽത്ത് സർവീസിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2. ഇത് ST കാറ്റഗറീസിനുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. സാലറി വരുന്നത് 31,100 മുതൽ 66,800 രൂപ വരെയാണ്. ഒഴിവുകളുടെ എണ്ണം ജില്ലാ അടിസ്ഥാനത്തിൽ ആലപ്പുഴയിൽ ഒരു വേക്കൻസിയാണ് ഉള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത്. ഏജ് ലിമിറ്റ് പറയുന്നത് 18 മുതൽ 45 വയസ്സ് വരെയാണ്. ക്വാളിഫിക്കേഷനിൽ പറയുന്നു +2 സയൻസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് കേരള അംഗീകരിച്ച മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് ഉണ്ടായിരിക്കണം. കേരള പാരാമെഡിക്കൽ കൗൺസിലിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവരായിരിക്കണം. ലാസ്റ്റ് ഡേറ്റ് 2026 ജൂലൈ 1 ആണ്. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത പോസ്റ്റ് ഏതാണെന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 37/2026 ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ്. ഇത് ST കാറ്റഗറീസിനുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. സാലറി പറയുന്നത് 26,500 മുതൽ 60,700 രൂപ വരെയാണ്. ഒഴിവുകളുടെ എണ്ണം
ഡിസ്ട്രിക്ട് വൈസ് കണ്ണൂർ ഒരു വേക്കൻസി ആണുള്ളത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് വരുന്നത്. 18 മുതൽ 45 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പറയുന്നത്. ക്വാളിഫിക്കേഷൻ പറയുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യം കൂടാതെ മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഗ്രേഡ് സർട്ടിഫിക്കറ്റും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കേണ്ടതാണ്. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പോസ്റ്റുകളുടെയും അവസാന ഡേറ്റ് 2026 ജൂലൈ 1 ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ PSC സർക്കാർ ജോലി വാർത്തകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.